ഹായ് ഗൈസ്, നമ്മുടെ പേജിലും ചാനലിലൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ചെറിയ ബഡ്ജറ്റിൽ വീട് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ കാലിക്കറ്റ് കൂളിമാട് ഷാഫി തൊയ്ബ എന്നിവർക്ക് വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഒരു ചെറിയ വീട് ഹോം ടൂർ ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്ലാന്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ചെയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഡോറ് നോക്കുകയാണെങ്കിൽ തേക്കിലാണ് ഡോറ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മൊത്തം തീം വരുന്നത് വൈറ്റ് ആണ്. ആ ഒരു രീതിയിലേക്ക് തന്നെ ഇതിൽ വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ചെറിയ സ്പേസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനോട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ബേജ് കളറിലാണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലായിട്ട് വുഡൻ രീതിയിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഇതിൽ വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയൻ്റെ തൊട്ടടുത്തായിട്ട് വാഷ് ബേസ് വരുന്നുണ്ട്. അതിൽ സിമ്പിളായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് സിമ്പിളായിട്ടൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു സൈഡിലായിട്ടാണ്, ഒന്ന് ആ സൈഡിലാണ്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ചെറിയ രീതിയിൽ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റഡി ടേബിളാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മിനിമലായിട്ട് 2 പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലോങ് ആയിട്ടുള്ള വിൻഡോ ആണ് വരുന്നത്. അതിലൊരു ബേജ് കളറിലുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വുഡൻ രീതിയിലുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബെഡിൽ ഒരു കുഷ്യൻ വരുന്നുണ്ട്. ബെഡിൻ്റെ മേലായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നുണ്ട്. ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് കളറിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് മാച്ചിങ് ആയിട്ട് ആ ഒരു കളറിൽ തന്നെയാണ് കർട്ടനും ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർട്ടനാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കിച്ചണിലേക്ക് പോയി നോക്കാം. ഈ ഒരു വീടിൻ്റെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ ചെറിയ സ്പേസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലാണ് ഇവിടെ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ അടിയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് ഹോബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രോയർ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിന് ലക്ഷറി ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്രോക്കറി ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാ കിച്ചണിലും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ബോക്സ് സ്പേസ് ആണ് വരുന്നത്. അതിൻ്റെ മേലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വർക്കിംഗ് ഏരിയ വരുന്നത്. ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്റ്റ് നമ്മുടെ കൂടെയുണ്ട്. ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റീസും മറ്റു കാര്യങ്ങളും ആൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ഈ വർക്ക് 1000 സ്ക്വയർ ഫീറ്റിലാണ്. ഒരു സാധാരണ എല്ലാ ഫാമിലിക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തത്. ഇതൊറ്റ നിലയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇത് ഒരു മോഡലൊന്നും ഔട്ടാത്ത രീതിയിലുള്ള ഒരു ഡിസൈനുമാണ് ഇതിന് കൊടുത്തത്. ഓക്കെ, ഈ ഒരു പ്ലോട്ട് ഒരു ട്രയാങ്കിൾ പ്ലോട്ടായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ വരച്ചിട്ട് ശരിയായില്ല. നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഇവർ കറക്റ്റായിട്ട് ചെയ്തതെന്ന് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതെ, അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൺജസ്റ്റഡ് ഇതിൽ ഇവരെ ആവശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിൻ്റെതായ റിസ്ക് ഉള്ളത് കൊണ്ട് ഒരുവിധം ആർക്കിടെക്ട്സോ എൻജിനീയേഴ്സൊന്നും ഇതിന് ഓക്കെ ആയില്ല. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലാക്കി കൊടുത്ത് അവർ ഓക്കെ ആണ്. ഇപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കണ്ടിട്ട് നമുക്ക് ഒരുപാട് വർക്ക് കിട്ടുകയും ചെയ്തു. ഇവരെ ഫാമിലിയൊന്നും അല്ലാതെയൊക്കെ. പിന്നെ ഈ വർക്ക് ഇത്ര അടിപൊളിയാകാൻ കാരണം ഇവരെ വൈഫ് ഇതിനു വേണ്ടിയിട്ട് നല്ലോണം നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. അവരെ ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അവരെ ഇഷ്ടത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തേക്ക്. അതേപോലെ അവരെ നമുക്ക് ഒരിക്കലും ഇതിൽ മറക്കാൻ പറ്റില്ല. നമ്മളെ കൂടെ എല്ലാത്തിനും പിന്തുണയായിട്ടുണ്ടായി.
ഓക്കെ, ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. സോ ഇതുപോലെയുള്ള വർക്ക് നിങ്ങൾക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.